നവംബർ ഡിസംബർ മാസം തൊട്ട് ബോഗൻവില്ല പൂക്കാൻ തുടങ്ങും. പിന്നെ കുറച്ച് നാൾ അങ്ങനെ പൂവായിട്ട് നിൽക്കും എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ടല്ലോ. പക്ഷേ എൻ്റെ കയ്യിലെ ബോഗൻവില്ല എന്ന് പറയുന്നത് ആകെ ശോഷിച്ച് എന്തോ മാതിരി നിൽക്കുക. പ്രൂൺ ചെയ്യുന്നതൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ കുറേ കമ്പുകളൊക്കെ അങ്ങ് പൊങ്ങിപ്പോയി. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ചപ്പം പല വീഡിയോസിലും നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഇല കംപ്ലീറ്റ് കളയുവാണേ. മുഴുവൻ ഇലയും കളഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് പ്രൂൺ ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ഈ ഒരു സമയത്ത് ഈ ഒരു മാസങ്ങളിൽ ഇങ്ങനെ ചെയ്യണമായിരുന്നോ, അതോ ഇതിന് മുന്നേ വേണമായിരുന്നോ, ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ ടൈമിൽ വേണമായിരുന്നു ഞാൻ ഇപ്പം ചെയ്ത രീതി ചെയ്യേണ്ടിയിരുന്നു എന്ന് ഒരു ചെറിയൊരു ഡൗട്ടും തോന്നിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്കത് തോന്നിയത്. കമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്, ചട്ടിയിലും ഉണ്ട്, പിന്നെ അല്ലാണ്ട് മണ്ണിൽ നേരിട്ട് വെച്ചിട്ടുണ്ട്. അത് കുറേ പൊങ്ങി കേട്ടോ, ഒരുപാട് പൊങ്ങി. അതിനെ ഇപ്പം ഞാൻ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഈ ചട്ടിയിലുള്ളതിനെ ഒന്ന് ബുഷിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ പരിപാടി. പക്ഷെ ചെയ്തത് അബദ്ധമായി പോയോ ഇല്ലയോ എന്നൊക്കെ ഇനി അതിലില വരുമോ പൂ വരുമോ എന്നൊക്കെ നോക്കിയിട്ട് തീരുമാനിക്കാൻ, ചെയ്തത് അബദ്ധമാണോ അതോ നല്ലതാണോ എന്ന്. ഗാർഡനിൽ പൂക്കളുള്ള ചെടികളാണോ അതോ ഇലച്ചെടികളാണോ, ഗാർഡൻ വലുതാണോ ചെറുതാണോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മൾ ഒരുക്കിയ ഗാർഡൻ നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് മതി. അതിൻ്റെ വലിപ്പമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അപ്പം രാവിലത്തെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇത്തിരി കുഞ്ഞ് ഗാർഡനിലേക്കൊന്ന് ഇറങ്ങി കുറച്ചൊക്കെ ഇങ്ങനെ വളർന്ന് ഒക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് തലപ്പ് ഒക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുവാണേ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരുപാട് ഹൈറ്റ് വെക്കത്തുമില്ല, ഉള്ളത് നന്നായിട്ട് നിന്നോളൂല്ലോ. അപ്പോൾ ഇങ്ങനെ നോക്കി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അങ്ങനെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടുവാണേ. ഗാർഡനിൽ എന്തെങ്കിലും മിനുക്കുപണി ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നേരം കാണുള്ളൂ. എല്ലാ ദിവസവും കാണും, ക്ലീനിങ് ആയിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ. പിന്നെ എല്ലാ ദിവസവും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഒരു 2-3 ദിവസം കൂടിയിട്ടൊക്കെ ആയിരിക്കും ഞാൻ ഓരോ പരിപാടിക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങുന്ന ദിവസത്തെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്, അതാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ ഒരുപാട് വളർന്ന് പൊങ്ങിയിട്ട്, അപ്പോൾ അതിൻ്റെ കുറേ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. ഇത്രയും ഹൈറ്റ് വെപ്പിക്കാതിരിക്കാനായിരുന്നു ഞാൻ ആദ്യം തൊട്ട് തീരുമാനിച്ചത്. പക്ഷേ കുറച്ച് നാൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതിരുന്ന് അതെല്ലാം ഒരുപാട് വലുതായി. ഇനിയിപ്പോൾ ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇലയില്ലാണ്ട് ആ ഒരു സ്റ്റെമ്മ് മാത്രം ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒത്തിരി ഹൈറ്റ് ഞാൻ കുറച്ചില്ല, അത്യാവശ്യം ഒന്ന് കുറച്ചിട്ട് ഇതിപ്പം നല്ല തിക്കായിട്ട് തന്നെ നിൽപ്പുണ്ടേ. ഈ ഒരു ഭാഗമാണ് കുറച്ച് മാറ്റം വരുത്തണമെന്ന് തീരുമാനിച്ചപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓർത്തു, ചട്ടിയിലെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ചെടിയെല്ലാം ആക്കിയതിന് ശേഷം പിന്നെ ഇവിടുത്തെ പുല്ലും കാടും ഒക്കെ കളഞ്ഞാൽ മതിയല്ലോ. അന്നേരം നമുക്കൊന്നുകൂടെ എളുപ്പമാകും. ചട്ടി നമുക്ക് നേരിട്ട് എടുത്ത് പിന്നെ വെച്ചാൽ മതിയല്ലോ. എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പല സെക്ഷനായിട്ട് ചെയ്യുന്നത്. ടൊറേനിയം ചെടിയൊക്കെ ഡയറക്റ്റ് മണ്ണിൽ നിന്നത് ചട്ടിയിലല്ലായിരുന്നല്ലോ, ഞാൻ അതൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. പൂവ് കാരണം ഞാനിത് കട്ട് ചെയ്യാനുള്ള മടി കൊണ്ട് ഇതൊരുപാട് പൊങ്ങിപ്പോവുകയും ചെയ്തു. നിൽക്കുന്നതൊരു ഭംഗിയില്ല, പക്ഷെ പൂവ് കാണാൻ നല്ല ഭംഗി, ആ ഒരു രീതിക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മേളുഭാഗം എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചട്ടിയിലാക്കാം. ചട്ടിയിലാക്കി കഴിയുമ്പോഴത്തേന് അവിടുന്ന് പുതിയ ഇത് വരുമല്ലോ, പുതിയ ശാഖ വരും. അപ്പോഴത്തേന് നമ്മൾ വീണ്ടും കുറച്ച് വളർന്നു കഴിയുമ്പോൾ അവിടുന്ന് കട്ട് ചെയ്യുക. അപ്പോൾ പിന്നെയും ബ്രാഞ്ചസ് ആകും. അങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഈ ടൊറേനിയം നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ ഇത് പൂ ഉണ്ട് അല്ല ഒരു ഭംഗി തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് പൂക്കളൊക്കെ നിർത്തിയിട്ടുണ്ട്. ബാക്കിയെല്ലാം തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ചുമല ചെത്തിയിലെ കുഞ്ഞിപ്പൂവിൻ്റെ അതിൻ്റെ കുറച്ച് കമ്പുകൾ ഒരു ചെറിയ ചട്ടിയിലും ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചട്ടിയിലുള്ളതൊക്കെ ഏകദേശം എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.